വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾ ഇഫക്റ്റീവായ ഈസിയായ നമുക്കെപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന 25 വേർഡ്സ് ആണ് നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് നമ്മുടെ മമ്മൂക്ക. അപ്പോൾ മമ്മൂക്ക പോക്കിരി രാജ എന്ന മൂവിയിൽ പറഞ്ഞിട്ടുണ്ട്, യെസ് യെസ് മണിയണ്ണൻ ടോൾ രാസ യു ഡു, രാസ യു ഡു, ഐ ടോൾ യെസ് യെസ് ഐ ഡു. അപ്പൊ നമ്മൾ ഈ ഡയലോഗ് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഇത് വെച്ച് മമ്മൂക്ക ശരിക്കും ഇംഗ്ലീഷ് പറയുന്നതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഏറ്റവും നന്നായി ഇംഗ്ലീഷ് പറയുന്ന വ്യക്തികളിൽ ഒരാളാണ് മമ്മൂക്ക. അതേ മമ്മൂക്കയാണ് ഈ ഡയലോഗും മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മമ്മൂക്ക എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് കാരണം മമ്മൂക്ക അതിൽ ഉപയോഗിച്ച വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഫക്റ്റീവായിട്ടുള്ള വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അത് മനോഹരമായി എങ്ങനെ ഈസിയായി യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മമ്മൂക്ക പറഞ്ഞ വാക്ക് എടുക്കാം. മമ്മൂക്ക പറയാണ്, മണിയണ്ണൻ ടോൾഡ്. മണിയണ്ണൻ പറഞ്ഞു, മണിയണ്ണൻ ടോൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം കൂടുതലായിട്ട് നോക്കാൻ പോകുന്ന വാക്ക് ടെൽ. ടെൽ എന്ന് വെച്ചാൽ പറയുക എന്നാണ് അർത്ഥം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. 98% സെന്റൻസസിലും ഏത് സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുക? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സെന്റൻസിലെ മെയിൻ ആളാണ് സബ്ജക്റ്റ്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്ന് പറയുമ്പോൾ ഞാൻ അല്ലേ മെയിൻ ആയിട്ട് അവിടെ നിൽക്കുന്നത്? ഞാൻ പറയാം എന്നല്ലേ പറയുന്നത്. സബ്ജക്റ്റ് ആയി. ഇനി പറയാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഭാവിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതൊക്കെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്? വിൽ, ഷാൽ. ഐ വരുന്ന സമയത്ത് നമ്മൾ വില്ലാണോ ഷാലാണോ യൂസ് ചെയ്യേണ്ടത്? ഷാൽ. ഐ ഷാൽ ടെൽ യു വൺ തിങ്. I shall tell you one thing. അവൻ നിന്നോടൊരു കാര്യം പറയും. He will tell ആരോടാ? You one thing. അവർ നിന്നോടൊരു കാര്യം പറയും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവർ നിന്നോടൊരു കാര്യം പറയും. അപ്പൊ ആദ്യം അവർ വെക്കുക. They will tell ആരോടാ? You എന്താ? one thing. They will tell you one thing. അവർ നിന്നോടൊരു കാര്യം പറയും. അപ്പോൾ ഈ രീതിയിൽ ഭാവിയിൽ പറയും എന്ന് നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും. അരുൺ നിന്നോടൊരു കാര്യം പറഞ്ഞു. അരുൺ നിന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ കാര്യമല്ലേ? അപ്പോൾ ടെൽ എന്നല്ല ടോൾഡ് എന്നാണ് വരിക. അരുൺ ടോൾഡ് യു വൺ തിങ്. അരുൺ നിന്നോടൊരു കാര്യം പറഞ്ഞു. അരുൺ ടോൾഡ് യു വൺ തിങ്. ഇനി ഞങ്ങൾ പറഞ്ഞു എന്നാണെങ്കിലോ? വി ടോൾഡ് യു. ഞങ്ങൾ നിന്നോട് പറഞ്ഞു. ആദ്യം ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഇനി ആക്ഷൻ. പറഞ്ഞു കഴിഞ്ഞു എന്നല്ലേ പറയുന്നത്? ടോൾ ആരോടാ? യു. വി ടോൾഡ് യു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണ്,
ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ING ചേർക്കണം. I am telling you. ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I am telling you. അവൾ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെ ശ്രദ്ധിക്കുന്നത്? അവൾ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. She is telling you. She is telling you. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടെൽ യൂസ് ചെയ്ത് സെന്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന വേർഡാണ് കം. കം യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം? കം എന്ന് വെച്ചാൽ വരിക, അതാണ് അർത്ഥം വരുന്നത്. സബീറ ഇന്ന് വരും. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സബീറ വിൽ കം ടുഡേ. സബീറ ഇന്ന് വരും എന്ന് പറയുമ്പോൾ സെന്റൻസിലെ മെയിൻ ആളാരാ? സബീറ. ആദ്യം സബീറയുടെ പേര് വെക്കുക. സബീറ വിൽ കം. ഭാവിയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിൽ യൂസ് ചെയ്യണം. വിൽ കം എപ്പോഴാ? ടുഡേ. സബീറ വിൽ കം ടുഡേ. ഇനി നമ്മൾ പറയുകയാണ് സബീറ ഇന്ന് വന്നായിരുന്നു. അപ്പൊ നടന്ന കാര്യം നമ്മൾ പറയുകയാണ്. അപ്പോ കം എന്താവും? കേം എന്ന് വരും. സബീറ കേം ടുഡേ. സബീറ ഇന്ന് വന്നായിരുന്നു. കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ കം എന്നല്ല കേം നമ്മൾ യൂസ് ചെയ്യണം. സബീറ കേം ടുഡേ. ഞങ്ങൾ ഇന്ന് വന്നായിരുന്നു. We came today. ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. We are coming. We are coming. നമ്മൾ പഠിച്ചു we is coming എന്ന് പറയില്ല. We are coming. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. I am, he is, she is, you are, we are, they are. ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യണം. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത് കാരണം ING യൂസ് ചെയ്യാം. We are coming. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന വാക്കാണ് സിറ്റ്. സിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇരിക്കുന്നതിനെയാണ് സിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു സെന്റൻസ് എടുക്കാം. We shall sit under the fan. ഫാനിന്റെ താഴെയായിട്ട് ഞങ്ങൾ ഇരിക്കാം. We shall sit under the fan. ഇപ്പൊ ഭാവിയിൽ നമ്മൾ ഫാനിന്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. വീന്റെ കൂടെ എന്ത് വരും? ഷാൽ. We shall sit. എവിടെയാ? അണ്ടർ ദ ഫാൻ. ഇപ്പൊ നമ്മൾ ബുദ്ധിപൂർവം ഇരിക്കുകയാണ്. We shall sit under the fan. ഇനി നമ്മൾ ഫാനിന്റെ താഴെയാണ് ഇരുന്നത്. അപ്പൊ സിറ്റ് എന്താവും? സാറ്റ് എന്ന് വരും. We sat under the fan. കഴിഞ്ഞു പോയ കാര്യം പറയല്ലേ.
അപ്പോൾ സിറ്റ് എന്ന് പറയില്ല, സാറ്റ് എന്ന് വരും. വി സാറ്റ് അണ്ടർ ദ ഫാൻ. ഇനി നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ പറയുകയാണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്നെന്ന് ആരോ ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഫാനിന്റെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. വി ആർ സിറ്റിംഗ് അണ്ടർ ദ ഫാൻ. വി ആർ സിറ്റിംഗ് അണ്ടർ ദ ഫാൻ. ഞാൻ ഫാനിന്റെ താഴെയാണ് ഇരിക്കുന്നത്. അതെങ്ങനെ പറയും? ഞാൻ ഫാനിന്റെ താഴെയാണ് ഇരിക്കുന്നത്. ഞാൻ എന്ന് വരുമ്പോൾ ഐ. ഐ ആം സിറ്റിംഗ് അണ്ടർ ദ ഫാൻ. വെരി ഗുഡ്. ഐ ആം സിറ്റിംഗ് എവിടെ? അണ്ടർ ദ ഫാൻ. പ്രിൻസ് ഫാനിന്റെ താഴെയാണ് ഇരിക്കുന്നത്. അതെങ്ങനെ പറയും? പ്രിൻസ് ഇസ് സിറ്റിംഗ്. ഒരു വ്യക്തിയല്ലേ, അപ്പോൾ ഇസ് യൂസ് ചെയ്യുക. പ്രിൻസ് ഇസ് സിറ്റിംഗ് അണ്ടർ ദ ഫാൻ. പ്രിൻസ് ഇസ് സിറ്റിംഗ് അണ്ടർ ദ ഫാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്ക് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാത്തിരിക്കുക. അപ്പൊ നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്തായിട്ട് വെയിറ്റ് ചെയ്യും. ഭാവിയിലെ കാര്യം പറയുകയാണ്. ഞങ്ങൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്തായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ ആരാ വെയിറ്റ് ചെയ്യുന്നേ? നമ്മൾ. അപ്പൊ ആദ്യം നമ്മൾ എന്ന് പറയുക. വി ഭാവിയിലെ കാര്യമായത് കാരണം ഐന്റെയും വീന്റെയും കൂടെ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഷാൽ വെക്കുക. വി ഷാൽ എന്ത് ചെയ്യുന്ന? വെയിറ്റ്. ഇനി പൊസിഷൻ കാണിക്കുക. നിയർ ദ ഫ്രണ്ട് ഡോർ. വി ഷാൽ വെയിറ്റ് നിയർ ദ ഫ്രണ്ട് ഡോർ. ഞങ്ങൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. വെയിറ്റ് ചെയ്തായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമല്ലേ, വെയിറ്റഡ് എന്ന് വരും. വി വെയിറ്റഡ് നിയർ ദ ഫ്രണ്ട് ഡോർ. വി വെയിറ്റഡ് കഴിഞ്ഞ കാര്യമായത് കാരണം വെയിറ്റ്. വി വെയിറ്റഡ് നിയർ ദ ഫ്രണ്ട് ഡോർ. അവർ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. അവർ എന്ന് വരുമ്പോൾ ദേ. ദേ വെയിറ്റഡ് നിയർ ദ ഫ്രണ്ട് ഡോർ. അവൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. ഷീ വെയിറ്റഡ് നിയർ ദ ഫ്രണ്ട് ഡോർ. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. റിയ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. റിയ വെയിറ്റഡ് നിയർ ദ ഫ്രണ്ട് ഡോർ. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ് നമുക്ക് പറയാൻ. നോക്കിക്കേ, നമ്മൾ ആരാ ചെയ്തത് മാത്രമേ മാറ്റിയുള്ളൂ, വേറെ എല്ലാം സെയിം ആണ്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തു എന്നപ്പോ എങ്ങനെ പറയും? വി വെയിറ്റഡ് നിയർ ദ ഫ്രണ്ട് ഡോർ. ഞങ്ങൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയും? വി ആർ വെയിറ്റിംഗ് നിയർ ദ ഫ്രണ്ട് ഡോർ. വി ആർ വെയിറ്റിംഗ്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ING എവിടെയാ? നിയർ ദ ഫ്രണ്ട് ഡോർ. വെയിറ്റ് നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വാക്കാണ് സ്റ്റേ. സ്റ്റേ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുക അല്ലെങ്കിൽ താമസിക്കുന്നതിനാണ് സ്റ്റേ എന്ന് പറയുന്നത്.
തിരുവനന്തപുരത്തെ ഒരു അണ്ണൻ പറയുകയാണ്, എന്തൊരു ചെലക്കിളി, എന്തോന്ന്, തിരുവനന്തപുരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നു. അപ്പൊ ഇവിടെ അണ്ണൻ പറയുന്നത് എന്താ, ഞങ്ങൾ തിരുവനന്തപുരത്താണ് സ്റ്റേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഭാവിയിൽ എടുക്കാം, ഞങ്ങൾ തിരുവനന്തപുരത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും? വി ഷാൽ സ്റ്റേ അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വി എന്ന് വന്നപ്പോൾ ഷാൽ നമ്മൾ യൂസ് ചെയ്യും. വി ഷാൽ സ്റ്റേ അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. അപ്പൊ ഇവിടെ നോക്കിക്കേ, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അറ്റ് ട്രിവാൻഡ്രം എന്ന് യൂസ് ചെയ്തു. കേരള എന്ന് പറഞ്ഞപ്പോൾ ഇൻ കേരള. വലിയൊരു സ്ഥലം പറയുമ്പോൾ നമ്മൾ ഇൻ യൂസ് ചെയ്യണം. ആ വലിയ സ്ഥലത്തിലെ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യണം. ഇനി നമ്മൾ പറയുകയാണ്, അവൻ ട്രിവാൻഡ്രത്താണ് താമസിക്കാൻ പോകുന്നത്. ഹി വിൽ സ്റ്റേ അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. അവർ ട്രിവാൻഡ്രത്താണ് താമസിക്കാൻ പോകുന്നത്. ദേ വിൽ സ്റ്റേ അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ സ്റ്റേ ചെയ്തത് ട്രിവാൻഡ്രത്തായിരുന്നു. നടന്നൊരു കാര്യം നമ്മൾ പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഞങ്ങൾ സ്റ്റേ ചെയ്തത് ട്രിവാൻഡ്രത്തായിരുന്നു. വി സ്റ്റേഡ് അറ്റ് ട്രിവാൻഡ്രം. വി സ്റ്റേഡ്. കഴിഞ്ഞ കാര്യമായത് കാരണം സ്റ്റേഡ് എന്ന് വരും. വി സ്റ്റേഡ് അറ്റ് ട്രിവാൻഡ്രം. ഇനി ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തിലാണ്. അപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ എങ്ങനെ വരും? വി ആർ സ്റ്റേയിങ് അറ്റ് ട്രിവാൻഡ്രം. വി ആർ സ്റ്റേയിങ് അറ്റ് ട്രിവാൻഡ്രം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റേ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ഗോ. ഗോ വെച്ച് പോവുക. ഇപ്പോൾ നമുക്കൊരു സെന്റൻസ് എടുക്കാം. അരുൺ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. അരുൺ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമായത് കാരണം ഏതൊക്കെ രണ്ട് വാക്ക് നമ്മുടെ മനസ്സിൽ വരണം? വിൽ, ഷാൽ. എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ പറയുമ്പോൾ ഷാൽ യൂസ് ചെയ്യും. അല്ലാത്ത സമയത്തൊക്കെ കണ്ണടച്ച് വിൽ യൂസ് ചെയ്യും. അരുൺ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. അരുൺ വിൽ ഗോ ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. അരുൺ വിൽ ഗോ. അരുൺ പോകും. എങ്ങോട്ടാ? ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ഡയറക്ഷൻ കാണിക്കാൻ എന്ത് യൂസ് ചെയ്യണം? ടു. അപ്പോൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എന്നാൽ നമ്മൾ ഡയറക്ഷൻ കാണിക്കുകയാണ്. അരുണിന്റെ ഡയറക്ഷൻ അറിയോ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ഡയറക്ഷൻ പറയുകയാണ്. അരുൺ വിൽ ഗോ ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. അവന്റെ ഫ്രണ്ട്, ഹിസ് ഫ്രണ്ട്. പിന്നെ ഫ്രണ്ടിന്റെ വീടെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഹോം. ഇനി നമ്മൾ പറയുകയാണ്, അരുൺ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഇപ്പൊ കഴിഞ്ഞ കാര്യമാണ്.
ഗോ നമ്മൾ കഴിഞ്ഞ കാര്യം പറയുമ്പോൾ എന്തായി മാറും? വെൻറ്റായി മാറും. അരുൺ വെന്റ് ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. അരുൺ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അരുൺ വെന്റ് ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. ഇനി നമ്മൾ പറയുകയാണ്, അരുൺ എവിടെയെന്ന് ഒരു വ്യക്തി ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, അരുൺ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ ഈസ് ഗോയിങ് ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. അരുൺ ഈസ് ഗോയിങ് ടു ഹിസ് ഫ്രണ്ട്സ് ഹോം. ഇനി അരുൺ കസിന്റെ വീട്ടിലാണ് പോകുന്നതെന്ന് എങ്ങനെ പറയും? കസിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? അരുൺ ഈസ് ഗോയിങ് ടു ഹിസ് കസിൻസ് ഹോം. അരുൺ ഈസ് ഗോയിങ് ടു ഹിസ് കസിൻസ് ഹോം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗോ യൂസ് ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് പാക്ക്. അപ്പോൾ പാക്ക് ചെയ്യുക എന്ന് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന വാക്കല്ലേ. അപ്പോൾ ആ വാക്ക് കൊണ്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാം. നമ്മൾ പറയുകയാണ്, ഞാൻ ക്ലോത്ത്സ് പാക്ക് ചെയ്യാം. ഞാൻ ക്ലോത്ത്സ് പാക്ക് ചെയ്യാം. അപ്പോൾ സെൻറ്റൻസിലെ മെയിൻ ആളാരാ? ഞാൻ. ഐ ഭാവിയിലെ കാര്യമായത് കാരണം ഷാൽ. നമ്മുടെ ആക്ഷൻ എന്താ? നമ്മൾ പാക്ക് ചെയ്യാണ്. ഐ ഷാൽ പാക്ക് എന്താ? ദ ക്ലോത്ത്സ്. ഐ ഷാൽ പാക്ക് ദ ക്ലോത്ത്സ്. വെരി ഗുഡ്. ഇപ്പോൾ ഇനി നമ്മൾ പറയുകയാണ്, അവർ ക്ലോത്ത്സ് പാക്ക് ചെയ്യും. അവരവിടെ വെറുത്തിരിക്കുകയാണ്. അവർ ക്ലോത്ത്സ് പാക്ക് ചെയ്യും. അവർന്ന് വരുമ്പോൾ എന്ത് വരും? ദേ. ദേ വിൽ പാക്ക് ദ ക്ലോത്ത്സ്. ദേ വിൽ പാക്ക് ദ ക്ലോത്ത്സ്. ഇനി നമ്മൾ പറയുകയാണ്, അവൾ ക്ലോത്ത്സ് പാക്ക് ചെയ്യും. ഷീ വിൽ പാക്ക് ദ ക്ലോത്ത്സ്. അവൾ എന്ന് പറഞ്ഞപ്പോൾ ഷീ വെക്കുക. ഷീ വിൽ പാക്ക് ദ ക്ലോത്ത്സ്. ഇവരാരുമല്ല, നീ ക്ലോത്ത്സ് പാക്ക് ചെയ്യും. നീ എന്ന് വരുമ്പോൾ എന്ത് വരും? യു. യു വിൽ പാക്ക് ദ ക്ലോത്ത്സ്. യു വിൽ പാക്ക് ദ ക്ലോത്ത്സ്. ഞാൻ ക്ലോത്ത്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യമല്ല, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഐ ആം പാക്കിംഗ് ദ ക്ലോത്ത്സ്. ഐ ആം പാക്കിംഗ് ദ ക്ലോത്ത്സ്. അവൾ ക്ലോത്ത്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് പാക്കിംഗ് ദ ക്ലോത്ത്സ്. ഞങ്ങൾ ക്ലോത്ത്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ പാക്കിംഗ് ദ ക്ലോത്ത്സ്. വീൻ്റെ കൂടെ ആർ വെക്കുക. വി ആർ പാക്കിംഗ് ദ ക്ലോത്ത്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന വാക്കാണ് ഹെൽപ്പ്. നമ്മൾ പാക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഒരു കുട്ടി നമ്മളോട് പറയുകയാണ്, പാക്ക് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഏതോ നല്ല കുട്ടിയാണ്. അപ്പം അതെങ്ങനെ പറയും? പാക്ക് ചെയ്യുവാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഐ ഷാൽ ഹെൽപ്പ് യു ഇൻ പാക്കിംഗ്. ഐ ഷാൽ ഹെൽപ്പ് യു. എന്തിനാ? പാക്ക് ചെയ്യാൻ. ഇൻ പാക്കിംഗ്. പാക്ക് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം.
ഐ ഷാൽ ഹെൽപ്പ് യു ഇൻ പാക്കിംഗ്. ഇനി നമ്മൾ പറയുകയാണ് അവർ നിന്നെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടണ്ട. അവർ നിന്നെ പാക്ക് ചെയ്യാനല്ല, അവർ പാക്ക് ചെയ്യാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ദേ വിൽ ഹെൽപ്പ് യു ഇൻ പാക്കിംഗ്. ദേ വിൽ ഹെൽപ്പ് യു ഇൻ പാക്കിംഗ്. ഞാൻ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ING. I am helping you in packing. ഞാൻ നിന്നെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ ഹെൽപ്പായിട്ട് തോന്നിക്കാണില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് അതായിരുന്നു. ഐ ആം ഹെൽപ്പിംഗ് യു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഇൻ പാക്കിംഗ്. ഐ ആം ഹെൽപ്പിംഗ് യു ഇൻ പാക്കിംഗ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പാക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്രിങ്. ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ പറയുകയാണ് റിയ സ്നാക്സ് കൊണ്ടുവരും. റിയ സ്നാക്സ് കൊണ്ടുവരും. അതെങ്ങനെ പറയും? റിയ വിൽ ബ്രിങ് ദ സ്നാക്സ്. റിയ ഭാവിയിലെ കാര്യമായത് കാരണം വിൽ ബ്രിങ് ദ സ്നാക്സ്. റിയ വിൽ ബ്രിങ് ദ സ്നാക്സ്. ഇനി നമ്മൾ പറയുകയാണ് റിയ സ്നാക്സ് കൊണ്ടുവന്നു. അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യം പറയുകയാണ്. റിയ സ്നാക്സ് കൊണ്ടുവന്നു. നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. റിയ സ്നാക്സ് കൊണ്ടുവന്നു പറയുമ്പോൾ ആദ്യം ആരായി വെക്കേണ്ടത്? സബ്ജക്റ്റ്, സെന്റൻസിലെ മെയിൻ ആളെ വെക്കുക. റിയ. ഇനി ആക്ഷൻ. കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിങ് എന്തായി? ബ്രോട്ട്. റിയ ബ്രോട്ട് എന്താ? ദ സ്നാക്സ്. റിയ ബ്രോട്ട് ദ സ്നാക്സ്. ഇനി നമ്മൾ പറയുകയാണ് ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. റിയ സ്നാക്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുകയാണ് സ്നാക്സ് എത്തിയോ, അല്ല റിയ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുകയാണ് റിയ സ്നാക്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? റിയ is bringing the snacks. റിയ ഒരു വ്യക്തിയായത് കാരണം is. കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയല്ലേ? ബ്രിങ്ങിങ് ദ സ്നാക്സ്. അവൾ സ്നാക്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എങ്ങനെ പറയും? അവൾ എന്ന് വരുമ്പോൾ ഷീ. ഷീ is bringing the snacks. ഞങ്ങൾ സ്നാക്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് വരുമ്പോൾ we. We are bringing the snacks. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബ്രിങ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ക്യാരി. ക്യാരി എന്ന് യൂസ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോഴാണ് ക്യാരി യൂസ് ചെയ്യുക. ഈ ബാഗ് ഞാൻ എടുക്കാം. ഞാൻ ഇപ്പം എടുത്തിട്ടില്ല, ഞാൻ എടുക്കാം എന്ന് നമ്മൾ ഒരു ആവേശത്തിന്റെ പുറത്ത് പറയുകയാണ്. ഈ ബാഗ് ഞാൻ എടുക്കാം. അപ്പൊ അതെങ്ങനെ പറയും? ഐ ഷാൽ ക്യാരി ദിസ് ബാഗ്. ഐ ഷാൽ ക്യാരി ദിസ് ബാഗ്. വെറുതെ എടുക്കുകയല്ല, നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് ക്യാരി യൂസ് ചെയ്യുന്നത്. ഐ ഷാൽ ക്യാരി ദിസ് ബാഗ്. ഇനി നമ്മൾ പറയുകയാണ്
അവൻ ഈ ബാഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിലാണ് ഈ ബാഗ്. ആ ബാഗ് തൂക്കിക്കൊണ്ടിരിക്കുന്നത് അവനാണ്. ആ രീതിയിൽ പറയുകയാണ്. ഹി ഈസ് ക്യാരിയിങ് ദിസ് ബാഗ്. അവൻ എന്ന് വന്നപ്പോൾ ഹി വന്നു. ഹി ഈസ് ക്യാരിയിങ് ദിസ് ബാഗ്. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് മൂവ്. മൂവ് എന്ന് പറയുമ്പോൾ നീക്കുക, നമുക്കറിയാം. അപ്പൊ ഒരു സെന്റൻസ് നമുക്ക് എടുക്കാം. അവർ ആ ടേബിൾ നീക്കും. അവർ ആ ടേബിൾ നീക്കും. They will move the table. അവർ എന്ന് വന്നപ്പോൾ they വന്നു. They will move the table. ഭാവിയിലെ കാര്യമായതുകൊണ്ടാണ് നമ്മൾ will ചേർത്തത്. They will move the table. അവർ ടേബിൾ നീക്കി. നീക്കി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? മൂവ്, മൂവ്ഡ് എന്നാവും. They moved the table. അവർ ടേബിൾ നീക്കി കഴിഞ്ഞു. They moved the table. ഇനി ഇപ്പൊ നടക്കുന്ന പോലെ എടുത്തേ. They are moving the table. അവർ ടേബിൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടക്കുമ്പോൾ ing യൂസ് ചെയ്യാം. They are moving the table. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൂവ് യൂസ് ചെയ്യുവാൻ സാധിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെന്റൻസ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുകയാണ്, അരുൺ ബസ്സിൽ ട്രാവൽ ചെയ്യും. അരുൺ വിൽ ട്രാവൽ ബൈ ബസ്. ഭാവിയിൽ അവൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ബസ്സിലാണ്. അപ്പൊ നമ്മൾ പറയുകയാണ്, അരുൺ വിൽ ട്രാവൽ ബൈ ബസ്. അരുൺ വിൽ ട്രാവൽ എങ്ങനെയാ വരുന്നത്? ബൈ ബസ്. ഇനി നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്തത്. ഞങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്തത്. കഴിഞ്ഞ കാര്യമാണ്. ട്രാവൽ എന്താവും? ട്രാവൽഡ്. വി ട്രാവൽഡ് എങ്ങനെയാ? ബൈ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്തത്. വി ട്രാവൽഡ് ബൈ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിനിലാണ്. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിലാണ്. അതെങ്ങനെ പറയും? വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ. അപ്പോൾ എങ്ങനെ എത്തി? കാറിലാണോ, ട്രെയിനിലാണോ, ബസ്സിലാണോ? നമ്മുടെ ആ വെഹിക്കിളിന്റെ മുമ്പായിട്ട് ബൈ യൂസ് ചെയ്യണം. എത്തുമെന്ന് വരുമ്പോൾ റീച്ച് യൂസ് ചെയ്യും. ഐ ഷാൽ റീച്ച്. ഭാവിയിലെ കാര്യം പറയുന്നത് കൊണ്ട് ഐ, എന്നെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഷാൽ ഉപയോഗിക്കുക. ഐ ഷാൽ റീച്ച്. എങ്ങനെ? ബൈ പ്ലെയിൻ. നെക്സ്റ്റ് വരുന്ന വാക്കാണ് സീ. കാണുക. ഞാൻ അവരെ ഇന്ന് കാണും. ഞാൻ അവരെ ഇന്ന് കാണും. ഞാൻ എന്ന് പറയുമ്പോൾ ഐ. ഐ ഷാൽ സീ ദം ടുഡേ. ഞാൻ ഇന്ന് അവരെ കാണും. ഭാവിയിലെ കാര്യമല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്തത്. ഐ ഷാൽ സീ ദം ടുഡേ. ഇനി നമുക്ക് കഴിഞ്ഞു പോയ കാര്യം പറയാം. ഞാൻ ഇന്ന് അവരെ കണ്ടു.
I saw them today. I saw them today. See എന്തായി? കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ so ആയി. I saw them today. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. I am seeing them. ഒരു വ്യക്തി ചോദിക്കുകയാണ് നിനക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറയുകയാണ് ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. I am seeing them. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന വാക്കാണ് send. I shall send the pictures. ഞാൻ പിക്ചേഴ്സ് അയച്ചു തരാം. ഞാൻ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വരും? ഞാൻ ഫോട്ടോസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am sending the photos. I am sending the photos. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വാക്ക് eat. അപ്പൊ നമ്മൾ ഭാവിയിൽ പറയുകയാണ് നമുക്ക് പുറത്തു പോയി കഴിക്കാം. അപ്പൊ കഴിച്ചു കഴിഞ്ഞില്ല നമ്മൾ ഫുഡ്. നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്നില്ല. ഭാവിയിൽ പറയുകയാണ് നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം. We shall eat outside. We shall eat outside. നമുക്ക് എന്ന് വന്നപ്പോൾ we വന്നു. We shall എന്താ? eat. എവിടെ? outside. ഇനി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. കഴിഞ്ഞ കാര്യം പറയുകയാണ്. eat എന്താവും? ate എന്നാവും. We ate outside. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. We ate outside. ഞങ്ങൾ പുറത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. We are eating outside. പുറത്ത് നിന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം. We are eating outside. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളോടൊരു വ്യക്തി ചോദിക്കുകയാണ് എൻജോയ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ എൻജോയ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ എൻജോയ് ചെയ്യും എന്ന് പറയുകയാണ്. അതെങ്ങനെ പറയും? ഞാൻ എൻജോയ് ചെയ്യും. ഞാൻ എന്ന് വരുമ്പോൾ I shall enjoy. I shall enjoy. ഞാൻ എൻജോയ് ചെയ്തു എന്നെങ്ങനെ പറയും? I enjoyed. നടന്ന കാര്യമായത് കാരണം enjoyed എന്ന് വരും. I enjoyed. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എങ്ങനെ പറയും? I am enjoying. ഇപ്പൊ നടക്കുന്ന കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഭാവിയിലെ will shall അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. I am enjoying എന്ന് പറയണം. അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are enjoying. അവർ എന്ന് വരുമ്പോൾ they are enjoying. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എൻജോയ് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ്, ഇത് കുറച്ച് എന്താ പറയുക ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്, പേ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മൾ എൻജോയ് ചെയ്തു. ഇനി നമ്മൾ പറയുകയാണ് നീ ബില്ല് പേ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ബില്ല് അടച്ചായിരുന്നു.
അപ്പോൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ആ കുട്ടി മുങ്ങുമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് നീ ബില്ല് പേ ചെയ്യും. അതെങ്ങനെ പറയും? ഭാവിയിലെ കാര്യമല്ലേ, നീ എന്ന് വരുമ്പോ യു, ഭാവി ആയത് കാരണം യു വിൽ പേ എന്ത്? ദ ബിൽ. യു വിൽ പേ ദ ബിൽ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഭാവിയിൽ പേ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഇനിയിപ്പോൾ ആ കുട്ടി ബില്ല് പേ ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഞാൻ ബില്ലടച്ചു. ഐ പേഡ് ദ ബിൽ. കഴിഞ്ഞു പോയ കാര്യമായത് കാരണം പേഡ് എന്ന് വരും. ഐ പേഡ് ദ ബിൽ. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ ബില്ല് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ബഹളം വെക്കണ്ട, ഞാൻ ബില്ല് അടച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തു പറയും? ഐ ആം പേയിങ് ദ ബിൽ. ഐ ആം പേയിങ് ദ ബിൽ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേ യൂസ് ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന വാക്കാണ് ലുക്ക്. സീ എന്ന് പറയുമ്പോൾ കാണുക, ലുക്ക് എന്ന് പറയുമ്പോൾ നോക്കുക. ലുക്ക് വെച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാം. ഞാൻ കാറിൽ നോക്കാം. ഞാൻ കാറിൽ നോക്കാം. അതെങ്ങനെ പറയും? ഐ ഷാൽ ലുക്ക് ഇൻ ദ കാർ. ഞാൻ കാറിൽ നോക്കാം. അവൻ കാറിൽ നോക്കും. ഹി വിൽ ലുക്ക് ഇൻ ദ കാർ. അവൻ കാറിൽ നോക്കി എന്നാണെങ്കിലോ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഹി ലുക്ക്ഡ് ഇൻ ദ കാർ. ഹി ലുക്ക്ഡ് ഇൻ ദ കാർ. ഇനി ഇപ്പൊ നടന്ന കാര്യം പറയുകയാണ് നമ്മൾ. അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കാറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഹി ഈസ് ലുക്കിംഗ് ഇൻ ദ കാർ. ഹി ഈസ് ലുക്കിംഗ് ഇൻ ദ കാർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കാര്യം നമുക്ക് കിട്ടി. അപ്പോൾ അത് എങ്ങനെ പറയാ? നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളത് കണ്ടുപിടിച്ചു. അപ്പോൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഫൈൻഡ്. കണ്ടുപിടിച്ചു എന്നാവുമ്പോഴോ ഫൗണ്ട്. ഐ ഫൗണ്ട് ഇറ്റ്. ഞാനത് കണ്ടുപിടിച്ചു. ഐ ഫൗണ്ട് ഇറ്റ്. ഇനി ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഞാനത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഫൈൻഡിങ് ഇറ്റ്. ഐ ആം ഫൈൻഡിങ് ഇറ്റ്. ഞാനത് കണ്ടുപിടിക്കും. ഭാവിയിലെ കാര്യമാണ്. ഞാനത് കണ്ടുപിടിക്കും. ഐ ഷാൽ ഫൈൻഡ് ഇറ്റ്. ഐ ഷാൽ ഫൈൻഡ് ഇറ്റ്. അപ്പൊ ഈ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി കിട്ടി എന്ന് എങ്ങനെ പറയും? കിട്ടി എന്ന് നമ്മൾ കിട്ടിക്കഴിഞ്ഞ ഗോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഗെറ്റ് എന്ന് പറയും. ഞങ്ങൾക്കത് കിട്ടും. അതെങ്ങനെ പറയും? വി ഷാൽ ഗെറ്റ് ഇറ്റ്. ഞങ്ങൾക്കത് കിട്ടും. വി ഷാൽ ഗെറ്റ് ഇറ്റ്. ഞങ്ങൾക്കത് കിട്ടി. വി ഗോട്ട് ഇറ്റ്. ഗെറ്റ് നമ്മൾ പാസ്റ്റിൽ പറയുമ്പോൾ, നടന്നതായി പറയുമ്പോൾ എന്താവും? ഗോട്ടാവും. വി ഗോട്ട് ഇറ്റ്. ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം നടക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയും? വി ആർ
getting it. We are getting. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന വാക്കാണ് ഡു. ഡു എന്ന് വെച്ചാൽ ഇത് മമ്മൂക്ക ആദ്യം നമ്മൾ പറഞ്ഞ ഡയലോഗുകളുണ്ട്. മമ്മൂക്ക പറയാണ് യെസ് ഐ ഡു എന്നും പറയുകയാണ്. അപ്പോൾ ഡു എന്ന് വെച്ചാൽ ചെയ്യാം, ചെയ്യുക എന്ന അർത്ഥമാണ് വരുന്നത്. ഞാൻ ചെയ്യും എങ്ങനെ പറയും ഭാവിയിൽ? ഐ ഷാൽ ഡു. ഐ ഷാൽ ഡു. ഇനി നമ്മൾ പറയുകയാണ് മിഥുൻ ചെയ്യും. ഒരു പേര് വരുമ്പോൾ വിൽ യൂസ് ചെയ്യാം. മിഥുൻ ചെയ്യും. മിഥുൻ വിൽ ഡു. മിഥുൻ ചെയ്തു. മിഥുൻ ഡിഡ്. കഴിഞ്ഞ കാര്യം വരുമ്പോൾ ഡു എന്തായി? ഡിഡായി. മിഥുൻ ചെയ്തു. മിഥുൻ ഡിഡ്. മിഥുൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? മിഥുൻ ഇസ് ഡൂയിങ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഥുൻ ഇസ് ഡൂയിങ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡു യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുകയാണ് റിയ വിളിക്കും. റിയ നിന്നെ വിളിക്കും. റിയ വിൽ കോൾ യു. ഭാവിയിലെ കാര്യമല്ലേ? അപ്പോൾ റിയ വിൽ കോൾ യു. ഞങ്ങൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ വരും? വി ആർ കോളിംഗ് യു. ഞങ്ങൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ കോളിംഗ് യു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോൾ യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വാക്ക് ലീവ്. ലീവ് എന്ന് വെച്ചാൽ പോവുക എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് നീ ഇപ്പോൾ പോകും. നമ്മളൊരു ഭീഷണിയുടെ സ്വരം പറയാന്ന് വിചാരിക്കുക. നീ ഇപ്പോൾ പോകും. അതെങ്ങനെ പറയും? യു വിൽ ലീവ് നൗ. ഇനി നമ്മൾ പറയുകയാണ് അവർ പോയി. അപ്പോൾ ലീവ് എന്താവും? ലെഫ്റ്റ് എന്നാവും. അവർ പോയി. ദേ ലെഫ്റ്റ്. ദേ ലെഫ്റ്റ്. അവർ പോയി. എല്ലാരും പോയ സ്ഥിതിക്ക് ഞങ്ങൾ പോവുകയാണ്. അതെങ്ങനെ പറയും? വി ആർ ലീവിങ്. ഞങ്ങൾ പോവുകയാണ്. വി ആർ ലീവിങ്. നമ്മൾ ഒരു കാര്യം ഒരു പ്രോഗ്രാമിൽ നിന്ന് മടങ്ങുക, ആ ഒരു അർത്ഥമാണ് ലീവിങ്ങിൽ വരുന്നത്. വി ആർ ലീവിങ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീവ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ പോലെ ഇതെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പുലിയാവും. വെറും പുലിയല്ല, ഒരു സിംഹം. അപ്പോൾ see you in the next video. Have a nice day.